സ്പോർട്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അർജന്റീനൻ മധ്യനിരയിലെ ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ ഹോണ്ടുറസിനെ 2-0 തകർക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അർജന്റീനയ്ക്ക് മധ്യനിരയിൽ എക്സിക്കൽ പലാസിയോസ്, വാലന്റൈൻ ബാർക്കോ എന്നിവരെയായിരുന്നു സെൻട്രൽ മിഡ്ഫീൽഡർമാരായി സ്കലോണി കളിപ്പിച്ചിരുന്നത്. എന്നാൽ എക്സിക്കൽ പലാസിയോസിൻ്റെ കളി കയ്യടി അർഹിക്കുന്ന ഒന്നുകൂടിയായിരുന്നു. അർജന്റീന ആരാധകരുടെ കയ്യടി അർഹിക്കുന്ന പ്രകടനമാണ് താരം നടത്തിയത്. മിന്നും ഡിഫൻസ് ലൈനെയും മുന്നേറ്റ നിരയെയും കൃത്യമായി കൊണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട് താരം മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയത്. 2026 വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരം മുതൽ താരം ടീമിനൊപ്പം ഫസ്റ്റ് 11-ൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം അർജന്റീനയുടെ മധ്യനിരയിൽ ഒരു വമ്പൻ പോരാട്ടം തന്നെ ആദ്യ 11-ന് വേണ്ടി നടക്കും. പ്രത്യേകിച്ച് എക്സിക്കൽ പലാസിയോസ് ഈ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കലോണി ഒരുപക്ഷെ ചിലപ്പോൾ മധ്യനിരയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. 2022 ഖത്തർ വേൾഡ് കപ്പിൽ സൗദിയോട് അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയതിനു പിന്നാലെ അർജന്റീന കളിക്കാനിറങ്ങിയത് മെക്സിക്കോക്കെതിരെയായിരുന്നു. അർജന്റീന ആരാധകർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കളിക്കാരൻ എൻസോ ഫെർണാണ്ടസ് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മധ്യനിരയെ ചുമതല സ്കലോണി ഏൽപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻസോ അർജന്റീനൻ മധ്യനിരയുടെ സ്ഥിര സാന്നിധ്യമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. സ്കലോണി താരത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. താരം വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങി. 2022 വേൾഡ് കപ്പിലെ മെക്സിക്കോക്കെതിരെയുള്ള മിന്നും പ്രകടനം, 2022 വേൾഡ് കപ്പിലെ അവസാന ഗ്രൂപ്പ് റൗണ്ട് പോരാട്ടത്തിൽ പോളണ്ടിനെതിരെ മിന്നും പ്രകടനം നടത്തിയ മാക്കലിസ്റ്ററിനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്നു തൊട്ട് മാക്കലിസ്റ്ററും അർജന്റീനയുടെ മധ്യനിരയിലെ സ്ഥിര സാന്നിധ്യമാണ്. പിന്നെ അങ്ങോട്ട് റോഡ്രിഗോ ഡിപ്പോളും എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററുമുള്ള മധ്യനിരയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ വേൾഡ് കപ്പിൽ മാറ്റം വന്നേക്കുമോ? അതിനുള്ള സൂചനകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സ്കലോണി സിസ്റ്റത്തിലെ ഏറ്റവും മികച്ച താരങ്ങളാണ് എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററും റോഡ്രിഗോ ഡിപ്പോളുമെല്ലാം. സ്കലോണിക്ക് കീഴിൽ ഏറ്റവും വർക്ക് റേറ്റ് ഉള്ള കളിക്കാരിൽ ഒരാളാണ് റോഡ്രിഗോ ഡിപ്പോൾ. താരത്തെ ഇത്തവണ മാറ്റുമോ എന്നത് കണ്ടറിയണം. അതിനുള്ള സാധ്യതകളൊന്നുമില്ല. എന്നാൽ എൻസോ ഫെർണാണ്ടസ്, മാക്കലിസ്റ്റർ എന്നിവർക്ക് പകരക്കാരെ കൊണ്ടുവരാൻ സ്കലോണി ചിലപ്പോൾ നിർബന്ധിതരായേക്കാം. കാരണം സ്കലോണി പരിഗണിച്ച് ടീമിലെടുത്ത മധ്യനിരക്കാരുടെ അഴിഞ്ഞാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ മിന്നും പ്രകടനമാണ് എക്സിക്കൽ പലാസിയോസ് നടത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ എൻസോ ഫെർണാണ്ടസിന് കരുതിയതുപോലുള്ള പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ എൻസോക്ക് പകരക്കാരനായിക്കൊണ്ട് ഫസ്റ്റ് 11-ൽ സ്ഥാനം പിടിച്ച 21-കാരനായ വാലന്റൈൻ ബാർക്കോ 45 മിനിറ്റ് മാത്രമാണ് കളിച്ചതെങ്കിലും അഗ്രസീവ് പ്ലേയിലൂടെ സ്കലോണിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. താരം നിലവിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുമെങ്കിലും നിലവിൽ സെൻട്രൽ മിഡായും റൈറ്റ് മിഡായും എല്ലാം കളിക്കാൻ ശേഷിയുള്ളവനാണ് വാലന്റൈൻ ബാർക്കോ എന്ന 21-കാരൻ. ഇത് തന്നെയാണ് സ്കലോണിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും. കാരണം പൊസിഷൻ ചേഞ്ചിങ്ങിന് പ്രധാനമാണ് ഈ താരം. ഒരുപക്ഷെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലല്ലെങ്കിലും സ്കലോണി ടീമിലേക്ക് പതിയെ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ള താരമാണ് വാലന്റൈൻ ബാർക്കോ. അതുപോലെ തന്നെയാണ് എക്സിക്കൽ പലാസിയോസും. ക്ലബ്ബ് തലത്തിലും മിന്നും ഫോമിൽ കളിക്കുന്ന പലാസിയോസ് പല മത്സരങ്ങളിലും ഡിപ്പോളിനും മാക്കലിസ്റ്ററിനും പകരക്കാരനായിക്കൊണ്ട് സ്കലോണി പരീക്ഷിച്ചു നോക്കിയ താരമാണ് പലാസിയോസ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വേൾഡ് കപ്പിലെ പല മത്സരങ്ങളിലും ഫസ്റ്റ് 11-ൽ ഈ താരങ്ങൾക്ക് പകരമായി പലാസിയോസിനെ നമ്മൾ കണ്ടെന്ന് വരാം. ഇനി മറ്റൊരാൾ നിക്കോപാസ് ആണ്. ഇറ്റാലിയൻ സീരിയയിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാരനായ 21-കാരൻ. ഇത്തവണ അർജന്റീന ആരാധകരുടെ വലിയ പ്രതീക്ഷയാണ് നിക്കോപാസ്. കളിയുടെ ഏത് ഘട്ടത്തിലായിരിക്കും സ്കലോണി നിക്കോപാസിന് അവസരം കൊടുക്കുക? ആരാധകർ കാത്തിരിക്കുകയാണ്. സ്കലോണി സിസ്റ്റവുമായി താരം എങ്ങനെ അഡാപ്റ്റ് ആവുന്നു എന്നതാണ് അർജന്റീന ആരാധകർ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ അൾജീരിയക്കെതിരായുള്ള പോരാട്ടത്തിൽ ഫസ്റ്റ് 11-ൽ താരത്തെ കണ്ടെന്നു വരില്ല. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് താരത്തെയും സ്കലോണി കളത്തിലേക്ക് അഴിച്ചുവിട്ടേക്കാം. മിന്നും ഫോമിലുള്ള ജിവാനി ലോ സെൽസോയെ നഷ്ടപ്പെട്ടപ്പോഴായിരുന്നു ഗൈഡോ റോഡ്രിഗസ് എന്ന താരത്തെ സ്കലോണി കണ്ടെത്തിയത്. മധ്യനിര തകർന്നടിഞ്ഞപ്പോഴാണ് എൻസോയും മാക്കലിസ്റ്ററും വന്നത്. അതുപോലെ തന്നെ ഇത്തവണത്തെ നിലവിലെ മധ്യനിരക്ക് പകരക്കാരാകാൻ ഒരു കൂട്ടം കെൽപ്പുള്ള യുവ സൂപ്പർ താരങ്ങളുടെ താരനിബിഡമായ ബെഞ്ച് തന്നെ അർജന്റീനക്കുണ്ട്. ഇനി ഏതൊക്കെ താരങ്ങൾക്കായിരിക്കും പകരക്കാരാവുക? റോഡ്രിഗോ ഡിപ്പോൾ സ്കലോണിയുടെ ഏറ്റവും വലിയ ആയുധം. വർക്ക് റേറ്റ്, പ്രസ്സിംഗ്, ബോക്സ് ടു ബോക്സ് മൂവ്മെന്റ് എന്നിവയിൽ ഡിപ്പോൾ മികച്ചതാണ്. അവിടെ സ്കലോണി ഒരു മാറ്റത്തിന് സാധ്യതയില്ല. ഇനിയെങ്ങാനും അവിടേക്കുള്ള മികച്ച പകരക്കാരനും അർജന്റീൻ പക്കലുണ്ട്.
എക്സിക്കൽ പലാസിയോസ് തന്നെ. റോഡ്രിഗോ ഡിപോളിനെ പോലെ കളിശൈലിയുള്ള താരം പല മത്സരങ്ങളിലും സ്കലോണി ഡിപോളില്ലാത്ത സമയങ്ങളിൽ പലാസിയോസിന് ആ റോൾ നൽകിയിട്ടുണ്ട്. പക്ഷേ റോഡ്രിഗോ ഡിപോളിൻ്റെ അത്ര വർക്ക് റേറ്റ് വരുമോ എന്നതാണ് സംശയകരം. എൻസോ ഫെർണാണ്ടസിൻ്റെ സ്ഥാനത്തേക്ക് അർജന്റീനയുടെ പക്കലുള്ളതും 2 താരങ്ങളാണ്, എക്സിക്കൽ പലാസിയോസും പെരഡസും. അല്ലെങ്കിൽ ഇനി സൂപ്പർ താരമായ വാലന്റൈൻ ബാർക്കോയെ സ്കലോണി അവിടെ പരീക്ഷിക്കുമോ? നിലവിൽ ബിൽഡപ്പ് പാസുകൾ, പാസ് പ്രോഗ്രഷൻ, ഗെയിം കൺട്രോൾ എന്നിവയിൽ മികച്ചത് പലാസിയോസ് ആണ്. അപ്പോസിഷനിലേക്ക് ഏറ്റവും അനുയോജ്യമായത് പലാസിയോസ് തന്നെയാണ്. ഇനി മാക്കലിസ്റ്ററിൻ്റെ സ്ഥാനത്തേക്കാണ് നിക്കോപാസ് എന്ന താരം കടന്നു വരുന്നത്. നിലവിൽ മാക്കലിസ്റ്റർ കളിക്കുന്ന ഇടത് ഹാഫ് സ്പേസിൽ ആക്രമണ ചിന്തയുള്ള മിഡ്ഫീൽഡറായി നിക്കോപാസിനെ സ്കലോണി വികസിപ്പിക്കുകയാണെങ്കിൽ പാസ് കൂടുതൽ ക്രിയേറ്റീവ് ഫൈനൽ തേർഡ് പ്ലെയറാണ്. വേൾഡ് കപ്പിൽ അദ്ദേഹം അത്ഭുതങ്ങൾ കാട്ടിയേക്കാം. നിക്കോപാസിനെ കളത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മാക്കലിസ്റ്ററിനെ പിൻവലിച്ചായിരിക്കും താരത്തെ കളത്തിലേക്ക് ഇറക്കുക. അവിടെയാണ് താരത്തിന് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ. ഇനി 21-കാരനായ വാലന്റൈൻ ബാർക്കോയെ എവിടെ കളിപ്പിക്കും? അതായത് മാക്കലിസ്റ്ററിനോ എൻസോക്കോ പകരക്കാരനായിക്കൊണ്ട് സ്കലോണി കളത്തിലേക്ക് ഇറക്കുമോ? സാധാരണയായി ഇല്ലെന്നായിരിക്കാം ഉത്തരം. കാരണം എൻസോയെയും മാക്കിനെയും പോലെ ഇൻറ്റീരിയർ മിഡ്ഫീൽഡർ റോളിനേക്കാൾ ലെഫ്റ്റ് സൈഡിൽ ഇൻവേർട്ട് ഫുൾ ബാക്ക് അല്ലെങ്കിൽ വൈഡ് മിഡ്ഫീൽഡർ റോളിനാണ് കൂടുതൽ അനുയോജ്യം. അതിനാൽ ഈ 3 സ്ഥാനങ്ങളിലേക്കുള്ള നേരിട്ടുള്ള പകരക്കാരനായിക്കൊണ്ട് ബാർക്കോയെ ഇറങ്ങാൻ സാധ്യതയില്ല. താരം ഒരുപക്ഷെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചേക്കാം, അല്ലെങ്കിൽ റൈറ്റ് മിഡിലേക്കും താരത്തെ അനുയോജ്യമായി സ്കലോണി പ്ലേസ് ചെയ്തേക്കാം. പരിശീലകൻ സ്കലോണി ആശാനാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം അയാൾ ചെയ്തു കാണിക്കും. 2022 വേൾഡ് കപ്പിൽ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ കേട്ടുകേൾവി പോലുമില്ലാത്ത എൻസോയെയും മാക്കലിസ്റ്ററിനെയും ഹൂലിൻ അൽവരസിനെയും എല്ലാം വേൾഡ് കപ്പിൽ ഏറ്റവും ഫെയിമുള്ള കളിക്കാരാക്കി മാറ്റി സ്കലോണി. ഇത്തവണയും അർജന്റീൻ മധ്യനിരയിൽ 2022 വേൾഡ് കപ്പിൽ കണ്ടതുപോലെ വമ്പൻ സർപ്രൈസുകൾ സ്കലോണി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എതിർ ടീമുകളെ കൃത്യമായി പഠിച്ച് അനുയോജ്യമായ പൊസിഷനിങ്ങിലൂടെ സർപ്രൈസ് താരങ്ങളെ സ്കലോണി ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുമോ? എല്ലാം ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുകയാണ്. നിലവിൽ അർജന്റീൻ മധ്യനിരയിലെ നിറസാന്നിധ്യങ്ങളായ ലിയാൻഡ്രോ പെരഡസ്, മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, റോഡ്രിഗോ ഡിപോൾ എന്നിവരെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 2026 വേൾഡ് കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരെന്നറിയാൻ വേണ്ടി ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിലവിൽ ഫുട്ബോൾ വാർത്തകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സ്പോർട്സ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നിലവിൽ വേൾഡ് കപ്പിൽ ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരെന്ന നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും ലോകകപ്പിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്കിനിയും കാണാം.